നമസ്കാരം. ഭാരതത്തിൻ്റെ അഭിമാനമായ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ISROയുടെ ഒരു ശാഖ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്, വിക്രം സാരാഭായ് സ്പേസ് റിസർച്ച് സെൻറ്റർ. മഹേന്ദ്രഗിരി, ശ്രീഹരിക്കോട്ട തുടങ്ങിയ വിവിധ ശാഖകളുണ്ട്. ശ്രീഹരിക്കോട്ടയിലൊക്കെ പ്രധാന ലോഞ്ച് പാഡുകളാണ്. ഇതെല്ലാം പ്രേക്ഷകർക്ക് ഏതാണ്ട് അറിയാവുന്ന വിവരങ്ങളാണ്. ISROയുടെ തന്നെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു വിക്ഷേപണ വാഹനമാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അഥവാ PSLV. PSLV ലോകശ്രദ്ധ നേടിയിട്ടുള്ള ഒരു ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ്. ആ വാഹനം പക്ഷേ കഴിഞ്ഞ 2 വിക്ഷേപണങ്ങളിലും പരാജയപ്പെട്ടു എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഈ വാർത്തയുടെ പിന്നിൽ ഒരു സാങ്കേതിക പിഴവല്ല, മനഃപൂർവ്വമായിട്ടുള്ള ചില കൈകടത്തലുകളുണ്ട് എന്നുള്ളൊരു സംശയം തത്വമയി ന്യൂസ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസായിട്ട് തത്വമയി ന്യൂസ് ഫെബ്രുവരി 3, 2026 പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട് തത്വമയി ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ RP രാജേഷ് പിള്ള നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹമാണ് ഈ അജിത് ഡോവലിൻ്റെ സന്ദർശനവും ഈ PSLVയുടെ പരാജയവും വിക്ഷേപണ പരാജയവും തമ്മിലുള്ള ബന്ധം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അജിത് ഡോവലിൻ്റെ തിരുവനന്തപുരം സന്ദർശനം. ഈ വിഷയത്തെക്കുറിച്ചും ഇപ്പോൾ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന പുതിയ വികാസങ്ങളെയും സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കാൻ അദ്ദേഹത്തിലേക്ക് നേരിട്ട് നമുക്ക് പോകാം. സ്വാഗതം RP. മനോജ്, താങ്ക് യു. ISROയിൽ ചിലതൊക്കെ ചീഞ്ഞ് നാറുന്നു എന്നുള്ളത് പുതിയ കാര്യമൊന്നുമല്ല, പുതിയ വിവരമൊന്നുമല്ല. നമ്മൾ തന്നെ ഈ വിഷയം മാസങ്ങൾ മുമ്പ് തന്നെ ഈ വർഷം തുടക്കത്തിൽ ഫെബ്രുവരി 3 നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ശ്രീ അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, മുഖ്യ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ തിരുവനന്തപുരത്ത് പാഞ്ഞെത്തിയതും തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട 2 യോഗങ്ങളിൽ പങ്കെടുത്തതും അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടതുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഡൽഹിയിൽ നിന്നൊരു ടീമുണ്ടായിരുന്നു. ഈ വിഷയം നമ്മളാണ് ആദ്യമായിട്ട് ലോകത്തെ അറിയിച്ചത്. നമ്മൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രീ അജിത് ഡോവൽ തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശം വളരെ കൃത്യമായി ISROയിൽ തുടർച്ചയായി നടക്കുന്ന ചില വിക്ഷേപണ പരാജയങ്ങളെക്കുറിച്ച് അതിൽ അന്വേഷണം നടത്താൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം വന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ആ റിപ്പോർട്ട് നൽകി ഒരു 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് സാറ്റലൈറ്റ് ചാനലുകൾ ആ റിപ്പോർട്ട് കൊടുത്തു തുടങ്ങിയത്. എക്സ്ക്ലൂസീവ് എന്നുള്ള നിലയിൽ നമ്മളന്ന് അത് ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞ അതേ കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായി എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ വെറുതെ വിടുന്ന വിഷയമല്ല. കാരണം ISRO നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാന സ്തംഭമാണ്. ISROയുടെ നേട്ടങ്ങൾ രാജ്യത്തിൻ്റെ നേട്ടമാണ്. ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രത്യേകിച്ച് ശാസ്ത്രലോകത്ത് അതിൽ ISROയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. ആ ISROയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ISROയുടെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും തുരങ്കം വെക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു എന്നുള്ള സംശയമാണ് മാസങ്ങൾ മുമ്പ് നമ്മൾ പ്രകടിപ്പിച്ചത്. ആ സംശയം കറക്റ്റാണ് എന്നുള്ളതായിരുന്നു പിന്നീടുള്ള സംഭവവികാസങ്ങൾ. കേന്ദ്ര സർക്കാർ ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ചില അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫലം കണ്ടു തുടങ്ങാൻ സമയമായിരിക്കുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന പോലെ മലയാളി അല്ല, ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്, കേരളത്തിന് പുറത്തുള്ള ആളാണ്. ISROയ്ക്കുള്ളിൽ ഒരു ചാര പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇത്തരം പല ഊഹാപോഹങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ആ വിഷയത്തിൽ അങ്ങനെ പറയാത്തത് നമ്മൾക്ക് കുറച്ച് വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. പക്ഷേ ലഭിച്ച വിവരങ്ങൾ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു കാര്യം പറയാൻ പറ്റും. രാജ്യത്തിൻ്റെ സുരക്ഷയും രാജ്യത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളും അട്ടിമറിക്കാനായി ശത്രു രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് ശത്രു രാജ്യങ്ങൾ തന്നെ ആകണമെന്ന് പോലുമില്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് ശ്രമമുണ്ട്. നിർഭാഗ്യവശാൽ
അതിൽ നമ്മളുടെ ചില ആൾക്കാർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ അത് പുറത്തു കൊണ്ടുവരും. ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ സത്യം പുറത്തു വരും. വേറൊരു കാര്യം കൂടി, ഇന്നൊരു വിങ് കമാൻഡറെ അറസ്റ്റ് ചെയ്ത വാർത്ത എല്ലാവരും മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. അത് ഒരു ഹണി ട്രാപ്പ് കേസാണ്. പാകിസ്ഥാന് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തുന്ന കേസാണ്. ഇത്തരം സംഭവ വികാസങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന, ആ ശൃംഖലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങൾ ഒന്നാണ് എന്നുള്ള വിവരം കൂടി നമുക്ക് അറിയാം. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മണി ട്രെയില് നമ്മളുടെ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് വെളിവാകുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള, ഈ ശൃംഖലയുടെ എല്ലാം പിന്നിലുള്ളത് ഒരു സെറ്റ്, ഒരു വിഭാഗം ബുദ്ധികേന്ദ്രങ്ങളാണ്. അതായത് ഇതെല്ലാം ഒരു വലിയ ഡിസൈൻ്റെ, വലിയ പ്ലാനിൻ്റെ ഭാഗമാണ്. ഭാരതത്തിനുള്ളിൽ കടന്ന് ഭാരതത്തിൻ്റെ നേട്ടങ്ങൾ അട്ടിമറിക്കാനും ഭാരതത്തിൻ്റെ സുരക്ഷ അട്ടിമറിക്കാനും അപകടത്തിലാക്കാനും ഉള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഉള്ള ശക്തമായ നടപടിയാണ് ശ്രീ അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇതുകൊണ്ടൊന്നും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ പറ്റില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുകൊണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കാണാനും സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾക്ക് നിർണായകമായ വിവരങ്ങൾ ഈ വിഷയത്തിൽ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മനോജ്. ഇപ്പോൾ ആർ പിയുടെ വാക്കുകൾ പ്രേക്ഷകർ കേട്ടല്ലോ. വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈ വിഷയത്തിൽ തത്വമയി ന്യൂസ് ഈ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ ആദ്യമായി എത്തിച്ചപ്പോൾ അത് ഏറ്റെടുത്ത സാറ്റലൈറ്റ് ചാനലുകൾ പോലും പലപ്പോഴും ഇതിൽ തിരിമറിയൊന്നും നടന്നിട്ടില്ല, ഇതിൻ്റെ ഉള്ളിൽ കൈകടത്തലുകളൊന്നും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് വാർത്ത സംപ്രേഷണം ചെയ്യുവാൻ ശ്രമിച്ചത്, റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ആർ പി തന്നെ പറഞ്ഞതുപോലെ ഉന്നതന്മാരുടെ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സംശയവും കേന്ദ്രം ഈ വിഷയത്തെ വളരെ അധികം ഗൗരവത്തോടുകൂടി കാണുന്ന വിഷയമെല്ലാം ആർ പി പറഞ്ഞു. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കളികൾ ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്. ആ വരുന്നതിനനുസരിച്ച് തത്വമയി ന്യൂസ് ആ വാർത്തകൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നതാണ്. അതിൻ്റെ വിശകലനങ്ങളും ആർ പിയെ പോലുള്ളവരുമായിട്ട് തന്നെ നമുക്ക് ചെയ്ത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാം. ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കൈകടത്തലുകളോ അട്ടിമറികളോ കൊണ്ട് ഭാരതത്തിന് ക്ഷീണമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പിന്നോക്കം പോവുക, ഒരു 2 ചുവട് പിന്നോക്കം പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായേക്കാം. പക്ഷേ ഭാരതത്തിൻ്റെ ഭരണകൂടവും ISROയിലെ പ്രഗത്ഭരും ദേശസ്നേഹികളുമായിട്ടുള്ള ഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും മറ്റ് ജീവനക്കാരും ISROയെയും PSLVയെയും ഭാരതത്തെയും പരാജയപ്പെടുവാൻ അനുവദിക്കില്ല എന്നുള്ളത് നിശ്ചയമാണ്. അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ, ആ ഒരു ആത്മവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തിലും അപ്പുറം ദൃഢമായൊരു ആത്മവിശ്വാസത്തോടെ തൽക്കാലം ഈ വിഷയത്തിൽ ഇത്രയും മാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.